dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റോ കോട്ടൻ്റെ ഫാബ്രിക്കാണ്. റോ കോട്ടൻ്റെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ആ സൈഡിൽ കാണുന്ന ആ ഒരു ബ്ലൂ കളറുള്ള ഷെയ്ഡ് കണ്ടോ, ആ ഒരു ത്രെഡും ആ ഒരു ഗ്രീനും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് റോ കോട്ടൻ്റെ ഫാബ്രിക് മാത്രമല്ല, നിങ്ങൾക്ക് ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലും ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നതെല്ലാം സിൽക്ക് ത്രെഡ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് ചേരുന്ന ആ ഒരു നീല ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള ത്രെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു 4 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ബീഡ്സ് വേണം, അതുപോലെ സീക്വൻസ് വേണം. അപ്പം ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ കളറിലെ ബീഡ്സാണ് കേട്ടോ, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ് വേണ്ടത്. ത്രെഡ് ഞാനിവിടെ എടുത്തതിന് 10 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബുള്ളിയൻ റോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് 2 കളറിൽ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ത്രെഡും എടുത്തിരിക്കുന്നത് 10 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പിക്ചർ. ഈ ഒരു പിക്ചറാണ് ഞാൻ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. 3 ഫ്ലവർ, 2 സൈഡിലേക്ക് സ്റ്റെമ്മും ലീഫും പോയിട്ടുണ്ട്. അതുപോലെ സെൻറ്ററിലായിട്ട് 4-5 ചെറിയ ഡോട്ട് കണ്ടോ, അത് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്. അതുപോലെ നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാട് സ്റ്റിച്ചസും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ മെറ്റീരിയലിൽ ഞാൻ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ബുള്ളിയൻ റോസാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ത്രെഡ് എടുത്തിരിക്കുന്നത് 10 സ്ട്രാൻഡ്സിൽ 5-6 പ്രാവശ്യം നമുക്ക് നീഡിലേക്ക് ചുറ്റിയതിന് ശേഷം ഒരു പെറ്റൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 പെറ്റൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഫ്ലവേഴ്സിൻ്റെയും റൗണ്ട് ചെയ്തുള്ളടുത്ത ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ 2 പെറ്റൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇനിയും ബാക്കി ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ബുള്ളിയൻ റോസ് ഫുള്ള് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ത്രെഡ് വെച്ചിട്ട് ഞാനിവിടെ ഫ്രഞ്ചിനോട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് ഒരു നോട്ടിട്ട് കൊടുത്തിട്ട് ബാക്കി ചുറ്റിനും നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ അവിടെ ഫ്രഞ്ച് നോട്ട് ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മുകളിൽ നിന്ന് വേണം നമുക്ക് ത്രെഡ് എടുക്കാനായിട്ട്. ഒരു 10 ടൈംസ് നമുക്ക് നീഡിലും ത്രെഡും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ ഇടയിൽ കൂടി വേണം അടുത്ത പെറ്റൽ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ബുള്ളിയൻ റോസ് നമ്മൾ ചെയ്ത് പോകുന്നത് കേട്ടോ.
ഫസ്റ്റ് ചെയ്ത പെറ്റലിൻ്റെ കുറച്ച് നമ്മൾ മുകളിലേക്ക് കയറ്റിയല്ല നമ്മൾ ചെയ്തത്. ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് വേണം അടുത്ത പെറ്റൽ നമ്മൾ ചെയ്ത് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് കുറച്ചുകൂടെ വലുപ്പത്തിൽ ബുള്ളിയൻ റോസ് വേണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത പെറ്റൽ ഇതുപോലെ തന്നെ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ബുള്ളിയൻ റോസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ ബുള്ളിയൻ റോസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്റ്റെമ്മും ലീഫും പോകുന്നത് നമ്മൾ പിക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ത്രെഡ് എടുക്കുക. ഈ ത്രെഡ് എടുത്തിരിക്കുന്നത് ഒരു 8 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ മെറ്റീരിയലൊന്നും അല്ല, വേറെ കളർ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ സ്റ്റെം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ് ചെയ്യേണ്ടത്. ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ഡേസി സ്റ്റിച്ചാണ് എടുക്കുന്നത്. സ്റ്റെം ചെയ്യാൻ സ്റ്റെം സ്റ്റിച്ച് തന്നെ കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. ഡേസി സ്റ്റിച്ച് ചെയ്യാനൊന്നും വളരെ പ്രയാസക്കുറവാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെമ്മൊക്കെ നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇതുപോലെ തന്നെ സ്റ്റെം ചെയ്ത് പോകണം. കണ്ടോ, അതിന് ബാക്കിയുള്ള ഭാഗത്തോടെ നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താ, നമുക്ക് സീക്വൻസ് വെച്ചിട്ട് നമ്മൾ ഒരു സീക്വൻസ് എടുത്തിട്ട് സീക്വൻസ് എടുക്കുമ്പോൾ ചീത്തവശം നോക്കി എടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല വശത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ ഇതുപോലെ സീക്വൻസ് കയറ്റിയതിന് ശേഷം നമ്മുടെ ത്രെഡ് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ നിങ്ങൾക്ക് ത്രെഡ് എടുക്കാം. ഞാനിവിടെ 1 km ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കെട്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസ് വർക്ക് നമുക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മളിനി ബാക്കിയുള്ള ഭാഗത്തെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ചെറിയ കട്ട് ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് നമുക്ക് ഫുള്ള് വെച്ച് കൊടുക്കണം. ഫസ്റ്റ് കട്ട് ബീഡ് വെക്കുമ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്യണേ, എങ്കിൽ നമുക്ക് ബാക്കിയുള്ള കട്ട് ബീഡ്സൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കണം.
കണ്ടോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടെ വെച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ബീഡും പിന്നെ അതുപോലെ സീക്വൻസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ 2 ലീഫ് 2 സൈഡിലേക്ക് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊന്നും നമ്മൾ ഈ ഒരു കട്ട് ബീഡ്സ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇതുപോലെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയ്ഡറി ആണ് ഇത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.